കെ.സി. ജോസഫ് സാറിൻ്റെ ഡ്രൈവറായിട്ട് വന്നിട്ട് 1 വർഷം ആവാൻ പോകുന്നു, 1 വർഷത്തോളമായി. അതായത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ്റെ ഇലക്ഷന് മുമ്പേ ഉള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഇലക്ഷനിൽ കുറച്ച് 2-3 ദിവസമായിട്ട് ഭയങ്കര ടൈറ്റായിട്ടുള്ള ഓട്ടും ഉറക്കമൊഴിച്ചിലും ഒക്കെ ആയിരുന്നു. പക്ഷേ ഈ ജോലിക്ക് വരുന്ന സമയത്ത് ഈ സാറിൻ്റെ ഇളയ മകൻ ഇവിടെ ഇല്ല. ജോലി പ്രവേശിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ നമ്മുടെ കോൺഗ്രസ്സിൽ തന്നെ മറ്റ് നേതാക്കന്മാരുടെ ഡ്രൈവേഴ്സുമായിട്ടൊക്കെ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഈ ഇളയ മകൻ ഇല്ലാത്തത് നന്നായി. നേരത്തെ നിന്ന് 1-2 ഡ്രൈവർമാരൊക്കെ ഈ ഇളയ മകൻ്റെ ഉപദ്രവം കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടും മാറിപ്പോയവരൊക്കെയാണ് ആണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എനിക്ക് കറക്റ്റായിട്ട് സത്യസന്ധമായിട്ട് അറിയത്തില്ല. അപ്പം എൻ്റെ മനസ്സിൽ എന്തായാലും പുള്ളിയായാലും ഞാൻ എൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഒരിക്കലും നമ്മളോട് കോർക്കാനായിട്ട് അങ്ങനെ ആരും വരില്ല. കാര്യം കുറച്ചൊക്കെ വീഴ്ച ചെയ്യുന്നത് നമ്മൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ്. പക്ഷേ ഈ നാളിതുവരെ ഞാൻ ഏകദേശം നിന്നിപ്പം പുള്ളി ഇവിടെ നാട്ടിലില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ബെഹറിൽ എവിടെയാണെന്ന് തോന്നുന്നു. 1 മാസത്തിനകത്ത് 1.5-2 മാസത്തിനകത്തേ ആയിട്ടുള്ളൂ പുള്ളി വന്നിട്ട്. 1 മാസം ലീവിനെന്ന് പറഞ്ഞാൽ വന്ന്. അപ്പോൾ ഈ ഇലക്ഷൻ ആയതുകൊണ്ട് ഇനി ഇലക്ഷൻ കൂടെ കഴിഞ്ഞ് പോകണമെന്നാണ് പറഞ്ഞത്. പക്ഷെ വന്ന് കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ മറ്റുള്ളവരൊക്കെ പറഞ്ഞ ഒരു അനുഭവം തന്നെയാണ് എനിക്കും ഉണ്ടായത്. ആ നിമിഷം വരെ മറ്റ് ബുദ്ധിമുട്ടുകൾ സാറിൻ്റെ ചില സമയത്തുള്ള എന്തെങ്കിലും വഴക്ക് കുറച്ചിൽ നിസ്സാരമായിട്ടുള്ള ചിലപ്പോൾ സാറിൻ്റെ ഓർമ്മ കൊണ്ടും എന്നെ വഴക്ക് കുറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ വലിയ കാര്യമാക്കിയിട്ടില്ല. എനിക്കങ്ങനെ വേറെ ബുദ്ധിമുട്ടില്ല. പിന്നെ പുള്ളി എനിക്ക് ഭക്ഷണം കഴിക്കുന്ന രീതിയിലൊക്കെ നല്ല കയറിങ്ങി വേറെ കുഴപ്പമൊന്നുമില്ലാതെ. പക്ഷേ ഇദ്ദേഹം വന്നതിന് ശേഷം പുള്ളി ഒരു മന്ത്രിയുടെ മോനാണെന്നുള്ള രീതിയിലും അതായത് എനിക്ക് തോന്നി തുടങ്ങിയത് പുള്ളി ഏത് രീതിയിൽ നമ്മളെ ഉപദ്രവിച്ചാലും നമ്മളത് അംഗീകരിക്കാൻ പറ്റിയ ഒരാളായിട്ട് നിൽക്കുന്ന ഒരു ജോലിക്കാരനാണ് പുള്ളിക്ക് വേണ്ടതെന്നുള്ള രീതിയിൽ എനിക്ക് തോന്നി. രാവിലെ 5 മണിക്ക് പിന്നെ ഈ 12-ാം തീയതി വെളുപ്പിന് 5 മണിക്ക് ഞങ്ങൾ അങ്കമാലിയിൽ ഞാൻ സാറുമായിട്ട് വെളുപ്പിന് 5 മണിക്ക് 5:30 മണിക്കാണ് സാറിൻ്റെ വീട്ടിൽ നിന്ന് അങ്കമാലിക്ക് പോകുന്നത്. അങ്കമാലി ബെന്നി ബെഹനാൻ സാറിൻ്റെ പരേഡ് ഉദ്ഘാടനം കെ.സി. ജോസഫ് സാറായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് എറണാകുളത്ത് പോയി. എറണാകുളം കഴിഞ്ഞിട്ട് ആലപ്പുഴ പോയി. ആലപ്പുഴത്തെ ഇലക്ഷൻ്റെ ചാർജും കൂടെ സാറിനുണ്ട് ഇപ്പോൾ ഇതിൻ്റെ. അപ്പോൾ ആലപ്പുഴത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് കായംകുളം പോയി. കായംകുളത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും 8 മണിക്ക് YMCയിൽ വെച്ചുള്ള മീറ്റിംഗ് തിരിച്ച് ആലപ്പുഴ വന്നു. അപ്പോഴേക്കും 8 മണിക്ക് മീറ്റിങ്ങിന് കയറിയപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ആലപ്പുഴയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എനിക്ക് 10 മണിക്കുള്ള ട്രെയിനിന് കണ്ണൂരിൻ്റെ സൈഡിലേക്ക് പോകണം. സിനു എന്നെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തിട്ട് സിനു തിരിച്ച് വീട്ടിൽ പോകണം. പിറ്റേന്ന് രാത്രി 8 മണിയാകുമ്പോൾ വന്ദേ ഭാരതിൽ കോട്ടയം വരുമെന്ന് പറഞ്ഞു. അതുവരെ പറഞ്ഞാണ് ഇത് ചെയ്യുന്നത്. അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. 10 മണി എന്നുള്ള ട്രെയിന് 10:30 മണിയായി. അരമണിക്കൂർ ലേറ്റായി വന്നത്. സാറിന് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കയറ്റി വിട്ടു. പെട്ടിയെടുത്ത് കയറ്റി വിട്ടതിന് ശേഷമാണ് ഞാൻ തിരിച്ച് പിന്നെ ആലപ്പുഴയിൽ നിന്നും കോട്ടയം സാറിൻ്റെ വീട്ടിലേക്ക് തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലും എത്രയും പെട്ടെന്ന് കോട്ടയം വന്നാൽ മാത്രമേ എനിക്കും കിടന്നിറങ്ങാൻ പറ്റൂ. തലേ ദിവസവും ഞാൻ രാത്രി 12:30-1 മണിക്കാണ് സാറിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വെളുപ്പിന് പിന്നെയും രാവിലെ അന്ന് ഞാൻ 5 മണിക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയിട്ട് തിരിച്ച് വരാനുള്ള ഇതിൽ അവിടെ നിന്ന് വേറെ എങ്ങും നിന്നില്ല. കാര്യം ഭക്ഷണം കഴിച്ചിട്ട് വന്നുകൊണ്ട് വേറെ എങ്ങും വഴിയിൽ നിൽക്കേണ്ടി വന്നില്ല. ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡിൽ ആലപ്പുഴയിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഫസ്റ്റ് ഫ്ലൈ ഓവറിൻ്റെ അവിടെ ഒരു സൈഡ് വണ്ടി വിടുന്നിടത്ത് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നെന്തോ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് അവിടെ ശരിക്കും നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട്. ഞാൻ മാത്രമല്ല, അങ്ങനെ ബ്ലോക്കിൽ കിടന്നപ്പോൾ എനിക്കൊരു ഡൗട്ട് വന്നു. ഈ പുള്ളിയുടെ സ്വഭാവം അനുസരിച്ചിട്ട് ഈ കഴിഞ്ഞ 1 മാസം വരെ പുള്ളി നാട്ടിൽ വരുന്നവരെ കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഈ ബ്ലോക്കിൻ്റെ വീഡിയോ ഒന്ന് എടുത്തേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതെനിക്ക് ചോദ്യം വരുമെന്ന് എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു പുള്ളിയുടെ ഇതിൽ. എങ്ങനെയെങ്കിലും അങ്ങനെ ആ വീഡിയോ എടുത്ത് ഞാൻ ബ്ലോക്ക് മാറി വണ്ടി മുമ്പോട്ട് വരുമ്പോൾ ഈ പുള്ളി രാത്രി 12 മണി കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം. ആ സമയത്ത് പുള്ളി എന്നെ ഫോൺ വിളിച്ച്, സിനു എവിടെ? ഞാൻ പറഞ്ഞു, രഞ്ജിത്ത് സാറേ ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക, ഇവിടെ സാറിനെ റെയിൽവേ സ്റ്റേഷനിൽ വിട്ട് അരമണിക്കൂർ ട്രെയിൻ ലേറ്റായിരുന്നു. പിന്നെ അവിടെ ഒരു ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് ഈ രാത്രി എവിടെയാണ് ബ്ലോക്ക്? ഞാൻ പറഞ്ഞു, ഇവിടെ സാറുമായിട്ട് പോകുമ്പോഴും ഇവിടെ ഒരു പാലത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്, ആ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ വന്ന് ബ്ലോക്കാണെന്ന് പറഞ്ഞു. ആ ബ്ലോക്ക് പറഞ്ഞിട്ട് പെട്ടെന്ന് പുള്ളി അങ്ങ് കട്ട് ചെയ്ത് നല്ല വയലൻ്റായിട്ടാണ് സംസാരിക്കുന്നത്. കട്ട് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ച് പിന്നെയും വിളിച്ചു, ചങ്ങനാശ്ശേരി എത്തിയോ? ഞാൻ പറഞ്ഞില്ല, ചങ്ങനാശ്ശേരി എത്തിയില്ല, ഞാനിവിടുന്ന് വന്നുകൊണ്ടിരിക്കുക, ഒരു 15 മിനിറ്റോളം എടുക്കും, ഇനി ഞാൻ ചങ്ങനാശ്ശേരി വരാം. ആലപ്പുഴയിൽ നിന്ന് വന്ന് കഴിഞ്ഞപ്പോഴാണ് ബ്ലോക്ക് കിട്ടിയത്. ചങ്ങനാശ്ശേരി 15 മിനിറ്റിന് പുറത്താക്കുമെന്ന് പറഞ്ഞു. എന്നെ ചങ്ങനാശ്ശേരിയും എത്തുമ്പോൾ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഒരുപാട് പുള്ളി സംസാരിച്ചാൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ടായി. കാരണം അതിന് തക്കതായ ഒരു കാരണമില്ലാതെ പുള്ളി എന്നെ ഇങ്ങനെ ടോർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അത് കഴിഞ്ഞ് ചങ്ങനാശ്ശേരി വന്ന് ഞാൻ ഇറങ്ങുന്ന മെയിൻ ഹൈവേയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഫോൺ ചെയ്തിട്ട് പറഞ്ഞ് ഞാൻ ചങ്ങനാശ്ശേരി എത്തി. ഇനി ഏത് വഴിക്കാണ് വരുന്നത്? കൊല്ലാട് വഴിക്കാണോ ടൗൺ വഴിയാണോ? ഞാൻ പറഞ്ഞു, ഈ സമയം രാത്രിയല്ലേ, ഞാൻ മെയിൻ റോഡ് തിരക്കില്ല, കോട്ടയം ടൗൺ വഴി തന്നെ വീട്ടിലോട്ട് വരാൻ. അത് കോട്ടയം എത്തുമ്പോൾ എന്നെ ഒന്നുകൂടെ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി സാറെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കോട്ടയത്തോട്ട് പോയ വഴിക്ക് നാട്ടകം അവിടെ എത്തിയില്ലെന്ന് തോന്നുന്നു. ആ ഒരു സ്ഥലത്ത് എനിക്ക് കണ്ടാലറിയാം. ആ സ്ഥലത്ത് വന്നപ്പോൾ ബാക്കിൽ നിന്നൊരു ഇനോവ കാർ ഇങ്ങനെ ഹോൺ മുഴക്കി വന്നു. അപ്പോൾ ഞാനത് ഹോസ്പിറ്റൽ കേസെന്നാണ് ഞാൻ വിചാരിച്ചത്. അധികം തിരക്കൊന്നുമില്ല ആ സമയത്ത്. അപ്പോൾ എന്നാൽ ഞാൻ വണ്ടി പതിയെ സൈഡാക്കുന്ന സമയത്ത് എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റാതെ, ഞാൻ ആദ്യം വണ്ടി കാണുന്ന മുമ്പ് ഞാനൊന്ന് പേടിച്ചായിരുന്നു.
വണ്ടി എന്നെ നേരെ കൊണ്ടുവന്ന് വിലങ്ങി നിർത്തിയിട്ട് വണ്ടി നിന്ന ഇതിൽ തന്നെ പെട്ടെന്ന് സ്പീഡ് ഡോറും അടച്ച് വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് ആ ഫോണിങ്ങടെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് തന്നെ ഒരു ദേഷ്യം ഭയങ്കര ഇതിലായിട്ട്. അപ്പം ഞാൻ കാര്യമൊന്നും അറിയുന്നില്ല, ഞാനറിയൊക്കെ ഒരു സംഭവമില്ല ഇങ്ങനെ നടക്കാനായിട്ട്. അങ്ങനെ ഞാൻ ചോദിച്ചു എന്തിനാ അത് നീ വീഡിയോ എടുത്ത് എനിക്കൊന്ന് കാണട്ടെ, വീഡിയോ എടുത്ത ബ്ലോക്ക് എന്ന് പറഞ്ഞ വീഡിയോ കാണട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ രഞ്ജി സാർ എന്താ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കണേ എന്ന് ചോദിച്ചു. ഞാൻ എന്ത് തെറ്റായതേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നീ ഒന്ന് സംസാരിക്കേണ്ട, എൻ്റെ സ്വഭാവം പറയുന്നത് പുള്ളി വേറൊരു മൈൻഡിലാണ്. അപ്പോൾ എനിക്ക് തോന്നിയതാണ്, എനിക്ക് അന്ന് വരെ പുള്ളി മദ്യപിക്കുന്നൊന്നും തോന്നിയിട്ടില്ല, അന്ന് എനിക്കൊരു മദ്യത്തിൻ്റെ സ്മെല്ലുള്ളതായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അതിന് മുമ്പ് വരെ എനിക്ക് അങ്ങനെ ഒരു ഇതുമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് പുള്ളി മദ്യപിച്ചിട്ട് ഞാൻ എന്തായാലും നോർമലായിട്ടുള്ള ഒരു വ്യക്തി അന്ന് ഇങ്ങനെ കാണിക്കേണ്ട വരില്ല. കാര്യം ഞാൻ വീട്ടിലോട്ട് പിന്നെ എത്താൻ കുറച്ച് സമയമുള്ളൂ. എന്നെ വന്ന ഉടനെ ഇത് മേടിച്ച് പിന്നെ ഫോൺ പിടിച്ച് ഇത് ചെയ്തിട്ട് എൻ്റെ തലയ്ക്ക് ഇങ്ങനെ പിടിച്ചിട്ട് വണ്ടിയിലോട്ട് പിടിച്ച് എനിക്ക് ഞാൻ ഡോർ തുറന്ന് ഇറങ്ങാനും എനിക്ക് പറ്റിയില്ല. നിന്നുകൊണ്ട് തന്നെ ഗ്ലാസ് താത്തിട്ടേക്കായിരുന്നു. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ വണ്ടിയിൽ നിന്ന് ഞാനൊന്ന് എന്നെ ഇറങ്ങാൻ സമ്മതിച്ചില്ല. അങ്ങനെ പുള്ളി ഫോൺ പിടിച്ച് മേടിച്ച് പിന്നെ വേറെ ആരെയൊക്കെ പുള്ളി ഫോൺ ചെയ്ത് പിന്നെ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ വണ്ടിക്കകത്ത് ആരാണ് ഇരിക്കണമെന്ന് അറിയാമോ, നീ വണ്ടിക്കകത്തിരിക്കാൻ മിണ്ടി പോകരുത് തീർത്തളവെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണിയായിരുന്നു പുള്ളി എന്നെ അവിടെ. മറിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 15 മിനിറ്റോളം ഏകദേശം അവിടെ ആ സീന് അത് കഴിഞ്ഞ് പിന്നെ പുള്ളിക്ക് ഒരു ഫോൺ സംസാരിക്കുന്ന ഗ്യാപ്പിൽ ഞാൻ പുറത്തിറങ്ങിയപ്പം ചാവി പിടിച്ച് മേടിക്കുന്ന ഫോൺ ഞാൻ പിടിച്ചിട്ട് തരുന്നില്ല. എൻ്റെ പേഴ്സ് കാര്യമാണ്, എൻ്റെ ഫോൺ തന്നാൽ അത് ടൈം നോക്കി പുള്ളി അതിൻ്റെ ഇതിൽ സമയം നോക്കിയപ്പോഴത്തേക്ക് രാത്രി 11 ഞാൻ അവിടെ നിന്ന് തിരിക്കണേൻ്റെ അന്ന് രാത്രി 11:58 ആ ടൈം അതിലുണ്ട് വീഡിയോ എടുക്കണേൻ്റെ. സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും പരിശോധിച്ചത്. ഞാൻ എപ്പോഴും ചോദിച്ചു സാറ് എന്തിനാ ഞാനറിയത്തൊക്കെ എന്തിനാ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ വഴിയിൽ റോഡിലിട്ട് ഈ സമയത്ത് ഞാൻ ഇത്രയും 2 ദിവസമായിട്ട് ഉറക്കൊഴിഞ്ഞ് നടക്കുന്ന സാറ് കാണുന്നില്ലേ, എന്തേ ഒരു പ്രശ്നമില്ല, ഞാൻ അങ്ങോട്ടല്ലേ പറഞ്ഞത്, നീ വണ്ടി അടി, ഞാൻ കൂടുതൽ ബാക്കി ഞാൻ വീട്ടിൽ വന്നിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞ് ഈ പുള്ളി വണ്ടി എടുക്കാനായിട്ട് അവൻ ശരിക്കും എന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചെയ്തപ്പോഴത്തേക്ക് പുള്ളി എൻ്റെ കാലിനെ മുട്ട് വെച്ചിട്ട് എൻ്റെ വയറ്റിലൊരു ഇടിയടിച്ചിട്ട് ശരിക്കും എന്നെ നന്നായിട്ട് പുള്ളി മർദ്ദിച്ചു. നല്ല രീതിയിൽ എന്നെ ഉപദ്രവിച്ചു. പിന്നെ എനിക്ക് വീട്ടിലോട്ട് ചെല്ലാന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇപ്പോൾ ആ ഒരു സമയത്തെന്ന് പറയുമ്പോൾ അതിൽ വരുന്ന വണ്ടിയിൽ സ്പീഡിനങ്ങ് പോകുന്നു. എനിക്ക് പുള്ളിയുടെ വണ്ടിക്കകത്ത് ആരൊക്കെ ഉണ്ടെന്നും എനിക്കറിയാൻ വയ്യ. പുള്ളി വണ്ടിയിൽ അപ്പോൾ പുള്ളി പറയുന്നുണ്ട് വണ്ടിക്കകത്ത്. പിന്നെ ഫോണിൽ കൂടെ ഒരാൾ പറയുന്നത് സ്പീക്കർ ഇട്ട് എന്നെ കേൾപ്പിച്ചായിരുന്നു, അത് നല്ല ഭീഷണിയുടെ ഒരു ഇതിലെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മുന്നിൽ പിന്നെ വേറെ വഴിയില്ല. ഒന്നാമത് ഇവർ ഇത്രയും പൊസിഷനിലിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ മുമ്പ് ഈ പുള്ളി ഇത്രയും പ്രവൃത്തികൾ കാണിച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് ഞാനിങ്ങനെ സഹപ്രവർത്തകരിൽ നിന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ എങ്ങനെയെങ്കിലും ഒഴിവായി പോകാമെന്ന് 2-3 പ്രാവശ്യം പറയുകയും ചെയ്തായിരുന്നു. എനിക്ക് ജോലിയിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇത് ചെയ്തപ്പോഴത്തേക്ക് പിന്നെ എന്നെ ആരെങ്കിലും നോക്കിക്കൊള്ളാൻ ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ഞാൻ പിന്നെ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് വണ്ടി നേരെ വീട്ടിലോട്ട് പോയിട്ട് വീട്ടിൽ വന്നിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ ബേക്കുന്നുണ്ട്, നീ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ വണ്ടി എടുത്ത് പോയപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ മുന്നിലുള്ള വഴി ആദ്യം കണ്ട സ്റ്റേഷനിൽ കയറാമെന്നുള്ളതാണ്. ഞാൻ ആ രാത്രി പുള്ളിയുടെ വാക്യം കേട്ട് ഞാൻ അവിടെ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല, എന്നെ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. പ്രത്യേകിച്ച് ഒരു കാര്യം എനിക്ക് കാര്യമൊന്നും അറിയാൻ വയ്യോ, ഇത് ഒന്നും പ്രതീക്ഷിക്കാതെ നടന്നൊരു സംഭവമാണ്. അപ്പം ഞാൻ നേരെ കോടിമാത പാലം ബ്രിഡ്ജ് കയറി ഇറങ്ങി തന്നെ പിന്നെ എനിക്ക് കാണാമെന്നുള്ള അടുത്ത സ്റ്റേഷനാണ്. ആ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലോട്ട് അപ്പോഴാ പുള്ളി എൻ്റെ പിറകെ തന്നെ ഇനോവ തിരിച്ചെങ്കിലും പുള്ളി ആ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഞാൻ വണ്ടി നിർത്തി ഇറങ്ങിയപ്പോൾ പുള്ളി ഇപ്പുറത്തോട്ട് വണ്ടി ഇട്ടിട്ട് ഞാൻ വേഗം സ്റ്റേഷനിലോട്ട് കയറി. പോലീസുകാരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ വേഗം വന്ന് ഈ പുള്ളി കാറിൻ്റെ ചാവി ഊരിയെടുത്ത് പോണ വഴിക്ക് തന്നെ ലോക്ക് ചെയ്തുകൊണ്ട് മറ്റേ ഇനോവ എടുത്തുകൊണ്ട് അപ്പോഴേ പുള്ളി സ്ഥലം വിട്ടു. എൻ്റെ ഫോണും പുള്ളിയുടെ കയ്യിലായിരുന്നു. അങ്ങനെ പോലീസുകാർ എന്നെ കണ്ട് മനസ്സിലായിക്കൊണ്ട് അപ്പോഴും തന്നെ നേരെ എന്നെ പോലീസ് ജീപ്പിൽ തന്നെ എന്നെ നേരെ ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞ് ചെയ്തു. പിന്നെ അതിനുശേഷം രാത്രി പോലീസ് സ്റ്റേഷൻ മുഖാന്തരത്തോടെ എനിക്ക് ഫോൺ അവിടെ എഴുതി വെച്ച് എനിക്ക് ഫോൺ കിട്ടിയത്. ഇത്രയാണ്. ഞാൻ എന്തായാലും ആ സാറ് കുറച്ച് വെയിറ്റില്ല. എനിക്കിത് പബ്ലിക്കിൽ ഇങ്ങനെ വരണമെന്ന് എന്നെ 2 ദിവസം കൊണ്ട് വിളിച്ചപ്പോഴും എൻ്റെ വിളിച്ചവരടുത്ത് ഞാൻ പറഞ്ഞതാണ് എനിക്കിങ്ങനെ മീഡിയയിൽ വരണമെന്നൊന്നുമില്ലായിരുന്നു. സാറിനെ എനിക്ക് അങ്ങനെ ഇത് ചെയ്യണമെന്നില്ലായിരുന്നു. പിന്നെ സാറ് എന്നെ എൻ്റെ സാറ് വിളിച്ചെന്ന് പറഞ്ഞാൽ സാർ എന്നെ വിളിച്ചിട്ട് ഫോണിൽ എൻ്റെ ഇപ്പോൾ റെക്കോർഡിങ്ങിൽ കിടപ്പുണ്ട്. സാറ് വിളിച്ചിട്ട് സിനു എൻ്റെ അടുത്തുനിന്ന് പോകണം, എനിക്ക് താല്പര്യമില്ല, സിനു കണ്ടിന്യൂ ചെയ്യണം, ഒരാഴ്ച റെസ്റ്റ് എടുത്തിട്ട് സിനു കയറും. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് പുള്ളി പോകുമെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ പുള്ളി പോകുമ്പോഴേ അങ്ങനെ എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ സാറിൻ്റെ കൂടെ പറഞ്ഞു. നേരിട്ട് അതെ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇന്നലെ സാറ് നേരിട്ട് തന്നെ കണ്ടിട്ട് പിന്നെ ഞാൻ നിൽക്കുന്നില്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ സാറ് പറഞ്ഞ് ഫോൺ വേറെ മേടിച്ച് തരാൻ പോകുന്ന പക്ഷേ ഇല്ല, അത് ഇത് കഴിഞ്ഞിട്ട് കളയാതെ പോട്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ സംസാരത്തിൽ ഞാൻ നിൽക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ സാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നിൽക്കുന്നില്ല ഉറപ്പിച്ച് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ സാറിൻ്റെ വേറെ രീതിയിലുള്ള സംസാരമായി. നമുക്ക് ഒരിക്കലും ഞാൻ ഇന്നലെ വരെ കണ്ട സാറല്ലായിരുന്നു, ശരിക്കും അവരവരുടെ ഇത് കാര്യം കാണാൻ വേണ്ടി നമ്മളെ അതുകൊണ്ട് ഞാൻ പിന്നെ തീർച്ചയായിട്ടും വേണ്ടാന്ന് വിചാരിച്ചാണ്. തീർച്ചയായിട്ടും വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, വീഡിയോ ഉണ്ട്, ഇതുണ്ട്. പിന്നെ സാർ എനിക്ക് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം വാട്സാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാറ് പിന്നെ ആദ്യം ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്, സാറ് വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. സിനു നിൽക്കുന്നില്ല എന്നിനെ തുടർന്ന് പറഞ്ഞതുകൊണ്ട് 13-ാം തീയതി വരെ ജോലി ചെയ്തതിൽ 1 മാസത്തെ എൻ്റെ ഹാഫ് സാലറി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് പൈസ അയച്ചിട്ടുണ്ടായിരുന്നു.